ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഫെയർവെൽ പാർട്ടി മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ച് നടത്താൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ 4 പേര് ബസ്സിലും ബാക്കിയുള്ളവർ ഓൾമോസ്റ്റ് എല്ലാവരും ട്രെയിനിൽ വരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ഡിസ്കഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു ഫെയർവെൽ നടത്തുന്നത്. ആ ഒരു ടൈമിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എവിടെ വെച്ച് നടത്തുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഫെയർവെല്ലൊക്കെ നമ്മൾ കോളേജിൽ വെച്ച് നടത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ കോളേജിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേ കോളേജുകാർ പറഞ്ഞു നമ്മളായിട്ടൊരു ബന്ധമില്ലാന്ന്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് പുറത്ത് എവിടെയെങ്കിലും വെച്ച് നടത്താമെന്ന്. പക്ഷേ ഓൾമോസ്റ്റ് ഈ മഴയും എല്ലാ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇതാക്കാൻ പറ്റും. പിന്നെ മാളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കാൻ, പൈസയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇതല്ലല്ലോ ഇപ്പം ഞാൻ അങ്ങോട്ട് പോയാൽ. അപ്പോൾ എന്തൊരു സാധനം, എയർപോർട്ട് മാൾ ഓഫ് ട്രാവൻകൂറിന്റെ പരസ്യമാണ്. കണ്ടില്ലേ? മാൾ ഓഫ് ട്രാവൻകൂർ ഇത്രയും ഫ്രണ്ടിൽ ഇരുന്നിട്ട് മാളില് കണ്ടില്ലെന്ന് പറഞ്ഞ മാളിലൊക്കെ പോകുന്ന സമയത്ത് ആ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പം വി ആർ ലൈക്ക് എക്സ്പേർട്സ്, യൂട്യൂബർ തിങ്സ്. നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേ അടുത്ത് വരാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ബർത്ത്ഡേക്ക് 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ കാശൊക്കെ പിരിച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഏപ്രിൽ മാസത്തിൽ ബർത്ത്ഡേ ഉള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേർക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ്സും വന്നു, ബാക്കി എല്ലാവരും വന്ന് നമ്മൾ ഫുഡ് കോർട്ടിൽ നിന്ന് കുറേ നേരം സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ചിക്കൻസിൽ നിന്ന് ഫ്രൈഡ് ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പലരും പലതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫ്രൈഡ് ചിക്കൻസ് ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറയുക, മിസ്സുമായിട്ട് കുറച്ചൊക്കെ സംസാരിച്ചിട്ട് പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വന്നു സംസാരിച്ചു, പിന്നെ അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ മുഖത്തൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ 1000 രൂപ കൊണ്ടാണ് വന്നത്. നമ്മളധികം ഒന്നും വാങ്ങിച്ചതോ ഒന്നുമില്ല, പക്ഷേ കാശൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവായി. എവിടെ പോയി എന്നോർത്ത് വിഷമത്തിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.